ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് സത്സംഗത്തിലിരിക്കാനായിട്ട് സാധിച്ചു. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട് എല്ലാവർക്കും നല്ല സന്തോഷത്തിൽ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ അമ്പലത്തിലെ കാര്യം പറഞ്ഞിട്ടായിരുന്നു, മുല്ലോർലി തേവരുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ടായിരുന്നു സത്സംഗത്തിലുണ്ടായിരുന്നത്. അപ്പം തേവർക്ക് തിരുമുഖവും കിരീടവും ഒക്കെ ചാർത്തണം എന്നുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിയുടെ പലരും ആയിട്ട് കുറേശ്ശെയായിട്ട് അവരവരുടെ കഴിവിന് പോലെ ഒരു തുക അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിക്കുകയാണ്. തേവരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എനിക്കും കുറച്ച് ദിവസമായിട്ടൊരു ജലദോഷം വയ്യാണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് സത്സംഗത്തിൽ നമ്മൾ കാണാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ തേവരുടെ അന്നത്തെ താമ്പൂല പ്രശ്നത്തിനനുസരിച്ചിട്ട് ഉള്ള ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഈ മാസം 27, 28, 29 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് എല്ലാ ദിവസങ്ങളിലെല്ലാം ഭഗവാന്റെ കാരുണ്യം അനുഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ അവിടെ തിരുനടയിലിരുന്ന് നാമം ജപിക്കാനുള്ളൊരു സുഹൃതം ഉണ്ടാവും. അങ്ങനെ വേണം എന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആ ഭഗവാനോട് കൂടുതൽ അടുക്കുക, അതാണ് വേണ്ടത്. പല പ്രാരാബ്ധങ്ങളും പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്കും ഭഗവാനും ഇടയിൽ ഒരു വിഘ്നമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്. ഭഗവാനെ മറന്ന് ജീവിക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോ ദിവസവും. അപ്പം അതിനാണ് നമ്മുടെ നാമജപം തന്നെയാണ്. കലികാലത്ത് ഏറ്റവും പ്രധാനം നാമജപം തന്നെയാണ്. അപ്പം ആ നാമജപത്തിലൂടെയാണ് നമ്മൾ ഓരോന്നും അറിയുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യണത്. നമ്മുടെ ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ പലരും എന്നോട് അതിനെപ്പറ്റി പറയുണ്ടായിരുന്നു. കാരണം നമ്മുടെ നാമജപം തുടങ്ങിയിട്ട് ആ കോവിഡ് കാലത്ത് തുടങ്ങിയ നാമജപത്തിന് ഇപ്പോഴും അതിലൂടെ മുന്നോട്ട് പോകുന്ന ധാരാളം പേരുണ്ട്. അപ്പം അവർ ഈ അടുത്ത കാലത്ത് എന്താണെന്നറിയില്ല, എല്ലാവരും പറഞ്ഞു ആ നാമജപത്തിൻ്റെ മഹത്വം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അത്രയും നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചു എന്നെല്ലാം പറഞ്ഞ് അതിനെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് സന്തോഷം. ഭഗവാന്റെ കാരുണ്യമാണത്, അപാരമായിട്ടുള്ള കാരുണ്യമാണ്. അത് ഭഗവാൻ ഓരോരുത്തരിലും എത്തിക്കുകയാണ്. എന്തോ എൻ്റെ സുഹൃതം കൊണ്ടാണോ അതോ സുഹൃതക്കുറവ് കൊണ്ടാണോ, രണ്ടും പറയാൻ പറ്റില്ല. സുഹൃതം കുറഞ്ഞാലും അതെ, കാരണം അത് ആ സുഹൃതം ഉണ്ടാവാൻ വേണ്ടി ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു നിയോഗം വന്നത് കാരണം അല്ലാണ്ട് ആ സുഹൃതം നേടാൻ എനിക്ക്
കഴിവില്ല എന്നോ എന്തോ അറിയില്ല. എല്ലാം ആ ഭഗവാന്റെ ആ ഒരു ഇച്ഛയാണ്. ഒക്കെ നല്ലതാണെന്ന് വിചാരിക്കാം. അതുകൊണ്ടാണ്, കാരണം നമ്മൾ ഈ പറയുന്നത് എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഭഗവാൻ അതിന് ആർക്കൊക്കെയാണോ ആ ഒരു നാമജപത്തിന് അതിനെ ഉൾക്കൊണ്ട് ജപിക്കാനും അതിനുള്ള സുഹൃതം അവർക്കുള്ളത് അവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ നമ്മൾ എത്രയോ തവണ നമ്മുടെ മുല്ലോർലി തേവരുടെ തിരുനടയിൽ നാമജപത്തിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരും വേണ്ടതുപോലെ അവിടെ ഉള്ള പലർക്കും ഞാൻ വിചാരിക്കണ ഈ നാമജപം നടക്കുന്നുണ്ട്, അത് അറിയുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്, അങ്ങനെയുള്ള പലർക്കും അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാവാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു മഹത്വം. നാമജപത്തിൻ്റെ മഹത്വം ഇപ്പോഴും അവരൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരു പ്രാധാന്യം ഒരു ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ആ ഭഗവാന് വേണ്ട രീതിയിലുള്ള പൂജാകാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാന്റെ അവിടെയുള്ള ആ ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുന്നത്, ആ ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുന്ന അതേ ഒരു മഹത്വം തന്നെയാണ് അവിടെ ഇരുന്ന് നാമം ജപിക്കുക എന്നുള്ളത്. അതും അങ്ങനെ ഒരു സുഹൃതകർമ്മം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് പലർക്കും അറിയണില്ല എന്നുള്ളതാണ്. അപ്പം അത് അറിയാൻ സാധിച്ച അല്പമെങ്കിലും, പൂർണ്ണമായിട്ടില്ലെങ്കിലും നാമം ജപിക്കണമെന്ന് തോന്നുക, നാമം ജപിക്കാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുക, നാമം ജപിക്കാൻ പോവാനായിട്ട് കൊതി ഉണ്ടാവുക, എവിടെയെങ്കിലും നാമജപം സപ്താഹം എന്ന് കേട്ടാൽ ഓടാൻ തോന്നുക, അങ്ങനൊരു മനസ്ഥിതിയെങ്കിലും നമുക്ക് ഈശ്വരൻ തരുന്നുണ്ടല്ലോ. അത് തന്നെ നമുക്ക് ഭഗവാന്റെ അപാരമായ കൃപയാണ്. അപ്പം അതുകൊണ്ട് ആ ജപത്തിന് തന്നെയാണ് മഹത്വം കൊടുക്കേണ്ടതും പ്രാധാന്യം കൊടുക്കേണ്ടതും. അതിനപ്പുറത്ത് ഒന്നുമില്ല. നാമം ജപിക്കുക തന്നെയാണ്. അല്ലേ, ഗോപികമാരും അതല്ലേ നമ്മളെ പഠിപ്പിച്ച്. ആ ഗോപികമാർ ആ വൃന്ദാവനത്തിലെപ്പോഴും ആ ശ്രീകൃഷ്ണൻ്റെ നാമങ്ങളെ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഓരോരുത്തരും ആ നാമങ്ങളെ പാടിക്കൊണ്ടിരുന്നു. ഭഗവാന്റെ പാട്ട് പോലെ പാടിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ, അല്ലേ, അതിനൊരു മഹത്വമുണ്ട്. അങ്ങനെ പാടാൻ സാധിക്കുക എന്നുള്ളത്. ഓരോന്നും അത് പാടിക്കൊണ്ട് അവരുടെ ദിനകൃത്യങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നത് ആ ശ്രീകൃഷ്ണൻ്റെ ഓരോരോ ലീലകളായിരുന്നു. രാത്രി ഉറങ്ങുമ്പോൾ പോലും അവർക്ക് ഉറക്കത്തിലും ആ കൃഷ്ണസ്മരണ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവരെപ്പോഴും പാടിക്കൊണ്ടിരുന്നത് ആ ഭഗവാനെ പറ്റിയിട്ടാണ്. അവരുടെ കർമ്മങ്ങൾക്കൊന്നും യാതൊരു വിഘ്നങ്ങളും വരാണ്ട് അവർ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എപ്പോഴും അതിന് ആ ഗോപികമാർക്ക് അനുഭവമായിരുന്നു. അതുതന്നെയാണ് ആ ഗോപികമാരുടെ ആ ഭക്തിയുടെ, അതായത് ഭഗവാനോടുള്ള അപാരമായ പരമപ്രേമം ഉണ്ടാവാനുള്ള കാരണം അവരുടെ ആ ഒരു കർമ്മം തന്നെയാണ്. സദാ 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 കൃഷ്ണസ്മരണയിലിരിക്കുക. ആ ഭാഗവതത്തിൽ തന്നെ ഉണ്ട് 2 വിധത്തിലുള്ള ഭക്തിയുടെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. അല്ലേ, ആദ്യം തന്നെ ഈ ഗോപികമാര് രാസക്രീഡയ്ക്ക് വരണതിന് മുൻപ് ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഇതുണ്ട്, വിപ്രപത്നിമാർ. അല്ലേ, അവിടെ ഒരിക്കൽ രാമകൃഷ്ണന്മാർ കൂട്ടുകാരും കൂടിയിട്ട് ഒരു ദിവസം ആഹാരമൊന്നും കൊണ്ടുവരാണ്ട് വീടുകളിൽ നിന്ന് വന്നു. അങ്ങനെ വന്ന് അവർ ഓടിക്കളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞങ്ങൾക്ക് വിശക്കണു എന്ന് പറയുമ്പോൾ ആ രാമനും കൃഷ്ണനും കൂടി എന്താ ചെയ്യുക എന്നിങ്ങനെ നോക്കുമ്പോൾ അകലെ ഒരു സ്ഥലത്തുനിന്ന് പുക കാണാം. അപ്പോൾ പറയുമ്പോൾ അച്ഛൻ ഇന്നലെ കേട്ടു ഇവിടെ യാഗം നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ യാഗശാലയിൽ ചെന്ന് ചോദിച്ചാൽ അന്നദാനമൊക്കെ ചെയ്യണതാണല്ലോ അവർ. അവിടുന്ന് ആഹാരം ലഭിക്കാണ്ടിരിക്കില്ല, നിങ്ങൾ പോയി ചോദിച്ചിട്ട് വരൂ. രാമനും കൃഷ്ണനും വന്നിട്ടുണ്ട്, അവർക്ക് ആഹാരം വേണമെന്ന് ചെന്ന് പറയൂ എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞയക്കണം. അല്ലേ, കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. എന്നാലും ഒന്നും കൂടിയും അതിങ്ങനെ ഒന്ന് അനുസ്മരിക്കണത് നല്ലതല്ലേ. അങ്ങനെ ആ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ കുട്ടികൾ ആദ്യം അവിടെ ചെന്ന് ആ ബ്രാഹ്മണരോട് ചോദിക്കും. അവരത് കേട്ട ഭാവം നടിക്കില്ല. പിന്നെ വീണ്ടും തിരിച്ചു വന്നപ്പോൾ പറയും, എന്തിനാണ് അവരവിടെ കർമ്മങ്ങളൊക്കെ ചെയ്യണു, അമ്മമാരോടല്ലേ കുട്ടികൾ ഭക്ഷണം ചോദിക്കുക, അമ്മമാരോട് ചെന്ന് ചോദിക്കും എന്ന് പറയും. അങ്ങനെയാണ് ആ വിപ്രപത്നിമാരോട് ചെന്നിട്ട് ആഹാരം ചോദിക്കും. അല്ലേ, അത് ചോദിക്കുമ്പോൾ അവർ
ആഹാരമൊക്കെ കൊണ്ട് ഓടി വരും ഓരോരുത്തരും. അപ്പോൾ ഇവർ ഈ ആഹാരമൊക്കെ കൊണ്ട് ഓടണ കാണുമ്പോൾ എവിടേക്കാ എങ്ങടാ പോണേന്നൊക്കെ ചോദിക്കും. നിൽക്കുക അവിടെ, പോവരുത്, ഇവിടെ ഇത് നടക്കുമ്പോൾ നിങ്ങൾ എവിടേക്ക് പോണു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തടയാൻ നോക്കും. ആര് തടഞ്ഞിട്ടും നിൽക്കാതെ കണ്ട് രാമൻ കൃഷ്ണൻ എന്ന് കേട്ടപ്പോൾ എല്ലാം മറന്ന് തങ്ങളുടെ കയ്യിൽ എന്താണോ കിട്ടിയത് അത് ഭഗവാന് സമർപ്പിക്കാനായിട്ടുള്ള ആ സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് ഓടി വന്നു. അപ്പം അതിലൊന്ന് രണ്ട് പേരെ തടഞ്ഞപ്പോൾ അവരിതാ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ആ ശരീരത്തിനെ അവിടെ വിട്ടു. ശരീരം അതോടുകൂടി ആ ശരീരത്തിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അതാ അവരുടെ നമ്മളുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ മരിച്ചു പോയിന്ന്. അതെ, മരിച്ചു പോലല്ലോ, അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് ആ ജീവൻ ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അങ്ങനെ ഉള്ള അനുഭവമാണ് ഉണ്ടായത്. അത് കഴിഞ്ഞാൽ വിപ്രപത്നിമാരുടെ കയ്യിൽ നിന്ന് അവർ കൊണ്ടുവന്ന ആഹാര സാധനങ്ങളെയൊക്കെ സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞു, ഇനി നിങ്ങൾ മടങ്ങിപ്പോകൂ എന്ന് പറയണു അവരോട്. അപ്പോൾ അവർ പറയണു, ഇല്ല, ഞങ്ങളുടെ ഭർത്താക്കന്മാരും സഹോദരന്മാരും മക്കളൊന്നും പറഞ്ഞത് കേൾക്കാണ്ടാണ് ഓടി വന്നത്. ഇനി തിരിച്ചു ചെന്നാൽ അവർ ഞങ്ങളെ സ്വീകരിക്കില്ല കൃഷ്ണ. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് ആ വിപ്രപത്നിമാർ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അതങ്ങനെയല്ല, അവിടെ യാഗം നടക്കുകയാണ്, അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളുണ്ട്, നിങ്ങളവിടെ പോവാണ്ടിരിക്കാൻ പറ്റില്ല, ആ യാഗം പൂർത്തിയാവണ്ടേ, അത് ചെയ്യണ്ടേ അപ്പോൾ എന്നെല്ലാം പറഞ്ഞ് ഓരോന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇവർക്ക് തോന്നി അത് ശരിയാണെന്ന്. നിങ്ങളെ ആരും തിരിച്ചു ചെല്ലുമ്പോൾ എല്ലാവരും നിങ്ങളെ വളരെയധികം ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയാണ് ചെയ്യുക എന്നെല്ലാം പറഞ്ഞപ്പോൾ അവർക്ക് ആ ഭഗവാനെ വിട്ടു പോകാനുള്ള ആ മടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവരതാ തിരിച്ചു പോയി. അതാണ് ഓരോ ജീവൻ്റെ ഗതി കാണിച്ചു തരികയാണ്. നമ്മളും അങ്ങനെ ഭഗവാനോട് കൂടുതൽ അടുക്കുമ്പോൾ പലരും ആ കുടുംബം അങ്ങനെയാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളേതാ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുപോകണം. കാരണം എന്താ, നമ്മളെ കർമ്മപ്രാരാബ്ധങ്ങൾ മുഴുവനും ഒടുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാൻ അവരെ തിരിച്ചയച്ചു. കാരണം എന്താ, അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് ലയിച്ചിട്ടില്ല. അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് കാര്യം പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് അവിടേക്ക് പോയി, പരിപൂർണമായിട്ട് ഭഗവാനിലേക്ക് എത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർ ഇപ്പോൾ ഭഗവാനോട് കൂടി ഇവിടെ ചേർന്ന് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ നിൽക്കുകയായിരിക്കും. 3-ാം ദിവസം തൊട്ട് വീട്ടിലെന്താണാവോ, എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യണാവോ, അച്ഛനും അമ്മ എന്ത് ചെയ്യണാവോ, കുട്ടികളെന്താ ചെയ്യണേന്നൊക്കെയുള്ള ചിന്തകൾ വരികയാകെ മനപ്രയാസമായി അല്ലേ. നമ്മൾ ഒരു വൃന്ദാവനത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ പറയും, ഈ വൃന്ദാവനത്തിൽ വന്ന് താമസിക്കാൻ അവിടെ ചെല്ലണ സമയത്ത് തിരിച്ചു വരാനേ തോന്നില്ല നമുക്ക്. ആ വൃന്ദാവനത്തിൽ തന്നെ താമസിച്ചാൽ മതി എന്ന് കൊതി തോന്നും. അപ്പോൾ അവിടെയുള്ള വ്രജവാസികൾ പറയും, അത് നിങ്ങൾക്ക് വെറും അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഭാവത്തോടു കൂടി എത്തിച്ചേരും ഇവിടെ ഉറപ്പായിട്ടും. അല്ലാണ്ട് നിങ്ങൾ പെട്ടെന്ന് തോന്നണ ഒരു ഭാവം കൊണ്ട് ഇവിടെ താമസിക്കാമെന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ പല കാരണങ്ങളെ കൊണ്ട് ഈ വ്രജത്തെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. അതൊരു മഹാപാപമായിട്ട് തീരും. കാരണം അവിടുത്തെ ആഹാരമായാലും അമിതമായിട്ടുള്ള തണുപ്പായാലും അമിതമായിട്ടുള്ള ചൂടായാലും അതിനൊക്കെ സഹിക്കാൻ അവിടെയുള്ളവരൊക്കെ ഇത് സഹിച്ചിട്ടല്ലേ അവിടെ കഴിയണേ. നമ്മളിവിടുന്ന് ചെല്ലുമ്പോൾ നമുക്കത് അതികഠിനമായിട്ട് തോന്നും. അങ്ങനെ അതികഠിനമായിട്ടുള്ള ചൂടും തണുപ്പൊക്കെ ഉണ്ടെങ്കിലും അവിടെയുള്ള വ്രജവാസികൾ ആ വ്രജം വിട്ട് എവിടെയും പോകണില്ല. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെന്താണ് അങ്ങനെ വിട്ടു പോരുക ചെയ്യുക. ആ സമയത്തെങ്കിലും മാറി നിൽക്കണം. നമുക്ക് സഹിക്കാൻ പറ്റണില്ല. കാരണം നമ്മളുടെ ശരീരബോധം പൂർണ്ണമായിട്ടും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അവിടെ ചെന്ന് താമസിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് വിട്ടു പോരേണ്ടി വരും. പലരും അങ്ങനെ അവിടെ ചെന്ന് താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് പറ്റാതെ കണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് വീടൊക്കെ അവിടെ ആ വീടും ഫ്ലാറ്റൊക്കെ എടുത്തൊക്കെ വിറ്റ് പോന്നു എന്നൊക്കെ പറയണം. അപ്പോൾ അതുപോലെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോന്ന് പറയുമ്പോൾ അത് എത്ര പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്ന്
ആ അറ്റാച്ച്മെൻറ്റ് വിട്ടു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലേ. ആ അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ട് എല്ലാം ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഒഴുകിയവരാരാ? ഗോപികമാരാണ്. ഗോപികമാരുടെ കഥ പറയുമ്പോൾ ആ ഭഗവാന്റെ ആ മനോഹരമായ വേണുഗാനം കേട്ടു. ആ വേണുഗാനം ആരൊക്കെയൊക്കെ കേൾക്കാൻ സാധിച്ചുവോ അത് ആ ഭഗവാന്റെ ആ ആത്മസംഗീതം എന്ന് പറയും. ആ ഉള്ളിൻ്റെ ഭഗവാൻ ആ സംഗീതം അവനവൻ്റെ ആത്മാവിൻ്റെ സംഗീതം തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാന്റെ ആ വേണുഗീതം. അത് ആർക്കൊക്കെയാണോ കേൾക്കാൻ സാധിച്ചത് അവരൊക്കെ ഭഗവാനിലേക്ക് ഒഴുകി എന്ന് പറയണം. അപ്പം അതിൽ പല കാര്യങ്ങൾ പറയണ്ടേ. ചോറ് വിളമ്പി കൊടുക്കുന്നവർ ചോറ് വിളമ്പാൻ അത് ഉപേക്ഷിച്ചു. കുട്ടികൾക്ക് പാല് കൊടുക്കണവർ അത് ഉപേക്ഷിച്ചു. പശുവിനെ കറക്കുന്നവർ അത് ഉപേക്ഷിച്ചു. അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുന്നവർ അത് ഉപേക്ഷിച്ചു എന്നൊക്കെ ഭാഗവതത്തിൽ പറയാം. ആ പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത്. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് അവരെയൊക്കെ ഉപേക്ഷിച്ച് പാമ്പിഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വലിച്ചെറിഞ്ഞ് പോന്നു എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. മനസ്സ് ഏതൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും മനസ്സ് ആ ഭഗവാനിൽ എത്തിച്ചേർന്നു, ഭഗവാനിലേക്ക് ഒഴുകി എന്നുള്ളതാണ് അതിൻ്റെ. ആ മനസ്സുകൊണ്ട് അത് ഈശ്വരനിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ഈ ഗോപികമാരെല്ലാവരും തന്നെ അവിടുന്ന് കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴും വ്രജത്തിലുള്ള ആർക്കും അവരുടെ പത്നിമാരോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിമാരോ അമ്മയോ മക്കളോ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടില്ല എന്ന് പറയും. കാരണം അത്രയും ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേരുമ്പോൾ ഭഗവാൻ എന്താ പറയണേ? നിങ്ങൾ എന്തിനാ വന്നേ? രാത്രിയല്ലേ, അങ്ങനെ വരാൻ പാടുമോ? ഉപേക്ഷിച്ച് വരാൻ പാടുമോ? ഭർത്താവിനെ ഉപേക്ഷിക്കാൻ പാടുമോ? അങ്ങനെയൊക്കെയുള്ള കുറേ ന്യായങ്ങൾ പറയും. അപ്പോൾ ഈ ഗോപികമാരെന്താ പറയുക? ഭഗവാനെ, അവിടുത്തെ ആ ആത്മാനന്ദം, ഇതൊക്കെ എല്ലാ കർമ്മങ്ങളും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതൊക്കെ ആ കർമ്മങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്തിട്ട് ആ സുഹൃതം നേടിയിട്ട് ആ സുഹൃതം കൊണ്ട് ഈശ്വരപ്രാപ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതിനാണല്ലോ മനുഷ്യജന്മം. നമ്മളുടെ ആ കർമ്മങ്ങളുടെ പ്രാരാബ്ധങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മങ്ങൾ. അത് സാക്ഷാൽ ഭഗവാനെ തന്നെ ആശ്രയിച്ച് ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്നുവെച്ചാൽ പിന്നെയും കർമ്മങ്ങൾ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഭഗവാനെ, ഞങ്ങൾക്ക് ഒന്നും ഒരു കർമ്മവും ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങൾക്ക് ആകെ കൂടി ഒന്നേ അറിയുള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ, ഈ പാദങ്ങളെ ആശ്രയിക്കാൻ മാത്രമേ അറിയുള്ളൂ, ഇതിലും വലുതല്ല ഞങ്ങൾക്ക് ഒന്നും എന്ന് പറഞ്ഞ് ആ ഗോപികമാർ ഇതാ പറയണം അല്ലേ. അത് പറയുമ്പോൾ ആ ഗോപികമാർക്ക് അവരെ പിന്നെ ഭഗവാൻ തിരിച്ച് അയക്കണില്ല. അവിടെ ആ വിപ്രപത്നിമാരെ പറഞ്ഞയച്ച പോലെ ഇവരെ പറഞ്ഞയക്കാൻ നോക്കുമ്പോൾ അവരെന്താ പറയണേ? ഞങ്ങൾക്ക് എല്ലാത്തിലും വലുത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഇവിടെ നിന്ന് അങ്ങ് ഞങ്ങളെ പറഞ്ഞയച്ചാൽ അപ്പോഴാണ് ഞങ്ങൾക്ക് വിരഹദുഃഖം കൊണ്ട് ഞങ്ങൾ ഇല്ലാണ്ടായിട്ട് തീരും എന്ന് പറയണത്. മറ്റത് അങ്ങനെയല്ല, അത്രയൊരു വിരഹം വരണില്ല. നമ്മളുടെയൊക്കെ പോലെയാണ് വിപ്രപത്നിമാരൊക്കെ, നമ്മളുടെയൊക്കെ പോലെയാണ്. നമുക്ക് ആ ഗോപികമാരായിട്ടാണ് മാറേണ്ടത്. ഗോപികാ ഭക്തിയാണ് രഹസ്യമായിട്ട്. അതായത് ആ രഹസ്യമായിട്ട് വെച്ചാൽ ഗോപ്യമായിട്ട് ആരാണോ ആത്മാനന്ദം അനുഭവിക്കുന്നത് അവരുടെ ആ ഗൃഹജോലികളൊക്കെ വേണ്ടതുപോലെ ചെയ്യുന്നുണ്ടാവും, ഭർത്താവിനെ നോക്കുന്നുണ്ടാവും, കുട്ടികളെ നോക്കുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവരുടെ മനസ്സെപ്പോഴും ശ്രീകൃഷ്ണ ഭഗവാനിലാണ്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഈശ്വരപൂജയായിട്ടാണ്. അവർ കാണുന്ന ഓരോന്നും അതെ ആ ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. ഒരു മയിൽപ്പീലി കണ്ടാൽ ആ കൃഷ്ണനെയാണ് ഓർക്കണത്. ആകാശത്ത് കാർമേഘത്തിനെ കണ്ടാൽ കൃഷ്ണനെയാണ് ഓർക്കണത്. രാത്രി സന്ധ്യ നേരിട്ട് ഇരുട്ട് കണ്ടാൽ പോലും ആ ഭഗവാനെ ഓർക്കണം. എല്ലാത്തിലും ആ ഭഗവാനെ കാണണം. സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കണ ആ വിരാട് രൂപത്തിനെ കുറിച്ച് വർണ്ണിച്ച് നമുക്കൊക്കെ പറഞ്ഞു തരേണ്ടത്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണെന്നൊരു തോന്നലുണ്ട്, പക്ഷെ അത് നമുക്ക് അനുഭവമാവണില്ല.
ഗോപികമാർക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും അവർക്ക് അത് അനുഭവമുണ്ട്. അവരെന്ത് കണ്ടാലും അതിൽ ഭഗവാനെയാണ് കാണുന്നത്, സ്വന്തം ഭർത്താവിലും മക്കളിലും അച്ഛനിലും അമ്മയിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ നല്ലോണം പോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് കർമ്മങ്ങൾക്ക് ചുതിയൊന്നും വരണില്ല. നമുക്കങ്ങനെ സാധിക്കണില്ല. നമ്മളെന്താ ചെയ്യുക? നമുക്കിപ്പോൾ ഭാഗവതം കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, സപ്താഹം കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, നാമം ജപിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. നമ്മളെന്താ ആ നാമം ജപിക്കാനായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പോകാനായിട്ട് സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ പറയും ഏത് നേരം അല്ലെ. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ നമ്മൾ പറയും അങ്ങനെ ഒരു ദുരിതം നമുക്ക് വന്നു, എനിക്ക് മാത്രം ഒന്നിനും പറ്റണില്ല, ഒരു കാര്യത്തിനും പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ മനസ്സോട് കൂടിയിട്ടൊന്നും ആവില്ല അവിടെ ഗൃഹത്തിലെ കാര്യങ്ങൾ ചെയ്യുക. അവരൊക്കെ അവിടെ ചെന്നിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൊരു ഭാവത്തിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾക്ക് ചുതിയാണ് വരണത്. പിന്നെ നമ്മളുടെ മനസ്സിൽ മനോമാലിന്യം എന്നറിയുക ചെയ്യണത്. എവിടെയാണോ നമ്മളെ ഇരുത്തിയിട്ടിരിക്കുന്നത് നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ തീരാൻ അത് അനുഭവിച്ച് തന്നെയാവണം, അത് അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. അപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഇതുകൊണ്ട് എൻ്റെ കർമ്മപ്രാരാബ്ധം തീർന്ന് എത്രയും പെട്ടെന്ന് ഭഗവാനെ എനിക്ക് ആ നമ്മുടെ ഉള്ളിൽ എത്ര അതിന് ആത്മാർത്ഥതയുണ്ടോ അതനുസരിച്ച് നമുക്കതൊക്കെ അനുഭവമാവും, ഉറപ്പായിട്ടും അനുഭവമാവും നമ്മുടെ ആത്മാർത്ഥതയ്ക്കനുസരിച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടതും നമ്മുടെ ആ നാമജപം തന്നെയാണ്. നമുക്ക് നാമം ജപിക്കുക തന്നെയാണ് വേണ്ടത്. ഇന്ന് ഞാൻ എൻ്റെ നമ്മൾ ഈ ശരീരബോധം വിടാത്തിടത്തോളം കാലം നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ആദ്യം വേണ്ടത്? നമ്മുടെ ശരീരബോധം ഇല്ലാണ്ടാവുക എന്ന് വെച്ചാൽ ആ ശരീരത്തിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ പല രോഗങ്ങളും ദുരിതങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തീരും. അതുകൊണ്ടാണ് തൊണ്ടവേദന വന്നു, ജലദോഷം വന്നു, സത്സംഗത്തിലിരിക്കാൻ പറ്റണില്ല. ഇതൊക്കെ എന്താ? ശരീരബോധം നമുക്ക് നല്ലോണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, ജപിക്കുക. നാമം ജപിച്ച് മാത്രമേ നാമിയിലെത്താൻ സാധിക്കുള്ളൂ. അപ്പം നമുക്കും നാമം ജപിക്കുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നാമം ജപിക്കുക തന്നെയാണ്. നമുക്കിപ്പോൾ നാമം ജപിക്കാം. അടുത്ത ദിവസം നാളെ ബുധനാഴ്ചയല്ലേ, നാളെ ചൊവ്വാഴ്ച. അപ്പോൾ അടുത്ത ദിവസം ചൊവ്വാഴ്ച ആണ്, ബുധൻ വ്യാഴാഴ്ചയാണ് നാമജപം അമ്പലത്തിൽ അല്ലേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇനിയുള്ള ദിവസങ്ങളിൽ മുടങ്ങാണ്ട് സത്സംഗത്തിന് വരാനായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഞാൻ പരമാവധി ഭഗവാനോട് പ്രാർത്ഥിക്കാം. കാരണം ഇപ്പോൾ കുട്ടിയൊക്കെ വന്ന കാരണം കൊണ്ട്, കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ് എനിക്ക് എല്ലാ ദിവസവും വരാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത ദിവസം തൊഴിൽ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളില്ലാണ്ട് ഗുരുവായൂരപ്പ അവിടുത്തെ നാമം ജപിക്കാനും കഥകൾ പറയാനും, അതിമനോഹരമായിട്ടുള്ള കഥകളല്ലേ, ആ ഓരോ കഥകൾ പറയാനും സത്സംഗത്തിലിരിക്കാനൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കുറച്ച് സമയം നാമം ജപിച്ചിട്ട് തൽക്കാലം ഈ സത്സംഗം ഇവിടെ സമർപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് ഭഗവാൻ വേണ്ടതുപോലെ സത്സംഗത്തിനെ അനുഗ്രഹിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഇവിടെ അമ്പലത്തിൽ നാരായണീയം വായിക്കണം എന്ന് കൂടി അന്ന് താമ്പൂലം നോക്കിയപ്പോൾ പറഞ്ഞു, നാരായണീയ പാരായണം ഭഗവാന് നല്ല ഇഷ്ടമാണ്, നാരായണീയ പാരായണം വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അറിയണ പോലെ വായിച്ചാൽ മതി എന്നാണ് പറഞ്ഞ്. എന്നിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നാരായണീയം 2-3 ദശകം വെച്ചിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും നമ്മളുടെ പ്രേമപുഷ്പാഞ്ജലിയിലുള്ളവർ നമ്മുടെ മുല്ലോർലി തേവരുടെ മുന്നിൽ വരാറുണ്ട്, നാമജപത്തിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും സൗകര്യമുള്ള സമയത്ത് വന്ന് നാരായണിയൊക്കെ വായിക്കാൻ അറിയണവരുണ്ടെങ്കിൽ നാരായണിയൊക്കെ വായിച്ച് സമർപ്പിച്ചാൽ ഭഗവാൻ ഒരുപാട് സന്തോഷമാണെന്നാണ് പറയുന്നത്. നാരായണിയൊക്കെ പാരായണം ചെയ്ത് കേൾക്കാം. ഇന്ന് മറ്റൊരു അത്ഭുത കാര്യം കൂടി ഉണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നണത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്ന് അറിയില്ല. കാരണം
എല്ലാവർക്കും നാരായണീയം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു 10-15 പുസ്തകം നാരായണീയം വേണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നമ്മുടെ ഗംഗാ ബുക്സുകാർ പറഞ്ഞു എന്നാൽ ഞങ്ങൾ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ തരുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയത് ഭഗവത്ഗീതയാണ്. അതും ഈശ്വരേച്ഛ തന്നെയാവുമെന്ന് വിചാരിച്ച് ഞാനത് അപ്പം മടക്കി അയച്ചില്ല, അവിടെ തന്നെ വച്ചു. കാരണം അതും ഭഗവാന്റെ ഇച്ഛയായിരിക്കും. ഇതിൻ്റെ കൂടെ നാമജപത്തിൻ്റെ കൂടെ ഇത് കുറേശ്ശെയായിട്ട് നാമം ജപിച്ച് നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ തീർന്നു കഴിയുമ്പോൾ കുറേശ്ശെയായിട്ട് നമ്മളിലേക്ക് ആ ഭഗവാൻ എത്തിച്ചു തരാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാം ആ ഈശ്വരേച്ഛ പോലെ വരട്ടെ. നമുക്ക് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആ ഭഗവാനോട് പരമപ്രേമത്തോടു കൂടിയിട്ട് നാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ച് സമയം നാമം ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ
हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे कृष्ण 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 हरे
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. എപ്പോഴും നാമജപത്തിലിരിക്കാനും സത്സംഗത്തിലിരിക്കാനും എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് നിഷ്കപടമായിട്ട് എല്ലാവരോടും പെരുമാറാനും സ്നേഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാം. ജയ് ജയ് ശ്രീരാധേശ്യാം. ആരോടുമുള്ളിൽ പകയേശിടാതെ, നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ, രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ, തീരേണമേ കൃഷ്ണമതീയ ജന്മം. ശ്രീഹരയേ